വെൽക്കം ടു സിമ്പിൾ PSC. ഇപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയ SCERT ബുക്കുകളുടെ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 5ാം ക്ലാസ്സിലെ സയൻസ് ചാപ്റ്റേഴ്സ് കഴിയാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ചാനലൊന്ന് പോയി നോക്കി നോക്കാം കേട്ടോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കേരളത്തിലെ നദികളാണ്. സമൃദ്ധമായ അനേകം നദികളും പുഴകളും ഇതര ജലാശയങ്ങളും ഉൾക്കൊള്ളുന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിനുള്ളത്. 20,000 ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതൽ നീർവാർച്ച പ്രദേശമുള്ള നദികളെയാണ് മഹാനദികളായിട്ട് കണക്കാക്കുന്നത്. കേരളത്തിൽ മഹാനദികളുണ്ടോ? ഇല്ല. കേരളത്തിൽ ഭാരതപ്പുഴ, പെരിയാറ്, പമ്പാ നദി, ചാലിയാർ എന്നിവയെ ഈ ഭാഗത്തിൽ പെടുത്താം. ഏത് വിഭാഗം? ഇടത്തരം നദികളായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് 2,000-നും 20,000-നും ഇടയിൽ ചതുരശ്ര കിലോമീറ്റർ നീർവാർച്ച പ്രദേശമുള്ളവയാണ് ഇടത്തരം നദികൾ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ ഭാരതപ്പുഴ, പെരിയാർ, പമ്പാ നദി, ചാലിയാർ എന്നിവയൊക്കെ എന്താണ്? ഇടത്തരം നദികളാണ്. ബാക്കിയുള്ളവയൊക്കെ ചെറുനദികളാണ്. ഇതിൽ 44 നദികളാണ് കേരളത്തിലുള്ളത്. നമുക്കറിയാം കേരളത്തിൽ എത്ര നദികളാണുള്ളത്? 44 നദികളാണ് കേരളത്തിലുള്ളത്. 15 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള പുഴകളെയാണ്